അസുഖവുമായി ബന്ധപ്പെട്ട സന്ദർശനം തന്നെയായിരുന്നു. എന്തോ KCയുടെ സന്ദർശനം? കേസ് എനിക്ക് സുഖമില്ലായിരുന്നപ്പം വന്നിരുന്നു. അത് കഴിഞ്ഞ് എന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ വന്നു. വേറെ കാര്യമൊന്നും. പഴയ സുഹൃത്തല്ലേ. KC ആയിട്ടെന്തോ രാഷ്ട്രീയം പറയാനാ? KC CPM-ലേക്ക് വരുമോ? അല്ല, അയാൾ CPM-ലേക്ക് വരുമോ? അദ്ദേഹം വരുമോ? ഇല്ലല്ലോ, പിന്നെന്താ രാഷ്ട്രീയം പറയാം? ഇന്ന് രാവിലത്തെ പരിപാടിയിൽ നിന്ന് മാറിയത് ഏത് പരിപാടിയാണ് നിങ്ങൾ ഈ പറയുന്നത്? ചന്ദ്രികയുടെ ക്യാമ്പയിനുമായിട്ട് അവര് രാജ്യത്ത് നടത്തുന്ന ക്യാമ്പയിനല്ലേ, അതിന് നമുക്കെന്താ? അവർ നടത്തി കേട്ടോ. KC വേണുഗോപാലുമായി ഉള്ളത് തികച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നോ? നിങ്ങൾക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ എത്തിയില്ല. ഇവരോട് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല? ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? കേട്ടില്ല. കേൾക്കണം. ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സഹോദരി, ഈ ഓവർ സ്മാർട്ട് ആവല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂവില്ല കിടന്നപ്പോൾ ഞാൻ ലാസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം എന്റെ ഇത് നോക്കാൻ വേണ്ടി, അപ്പോൾ എനിക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ്. ഞങ്ങൾ എത്രയോ കാലം അസംബ്ലിയിലൊക്കെ ഒരുമിച്ചുണ്ടായത്. അതിനെന്താ പ്രശ്നം? നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ലേ? ഒരാളെ കാണാൻ വരുന്നത്, ആരെല്ലാം കാണാൻ വരും, വരത്തില്ലേ? അതിനൊരു രാഷ്ട്രീയ ഭേദം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അതാണ് ചോദിച്ചത്. എല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷം പിന്നെയും ചോദിക്കാൻ എന്തിനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സൗഹൃദ സന്ദർശനമാണെങ്കിൽ ഇവിടെ വന്നു. ഉറപ്പല്ലേ? ആരെല്ലാം എന്നെ കാണാൻ വന്നു സുഖമില്ലായിരുന്നപ്പോ? ഇവിടെ വിവിധ പാർട്ടികളിൽപ്പെട്ടവർ വന്നു. മനസ്സിലായില്ലേ? ഇത് സ്വാഭാവികമല്ലേ? 10-22 വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ, ഇപ്പോഴും ഉണ്ടല്ലോ. മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ. അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ, അത് മാനദണ്ഡമല്ലേ, ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചതല്ലേ. പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഏരിയ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിലും. ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല, എല്ലാം ആയിക്കോളും. സാറേ, ഒരു കാര്യം, അതായത് ഈ BJP നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് സാറ് അസ്വസ്ഥനാണ്, അതൃപ്തനാണെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഇന്നലെ ബിപിൻ സി റാവു പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം BJP സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥമായ എന്തെങ്കിലും സാറിന്റെ പേര് പറഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഈ K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാൻ സമാനം പറയണമല്ലേ? അല്ല, അതിപ്പോ K. സുരേന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനാണോ സമാനം പറയണ്ടേ? അതെന്ത് പത്രധർമ്മോ? അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാനെന്താണ് സമാനം പറയുന്നത്? സാറിന്റെ പേര് പറഞ്ഞതുകൊണ്ട്. എന്റെ പേര് ആരെല്ലാം ലോകത്ത് പറയുന്നുണ്ട്? പൊതുപ്രവർത്തകരല്ലേ. അതിനെല്ലാം സമാനം പറയുന്ന രീതി നമുക്കില്ലല്ലോ. ഞാൻ ഒന്നാമതേ ഇപ്പൊ അധികമൊന്നും പ്രതികരിക്കാതെ പോലുമില്ല. K. സുരേന്ദ്രൻ പറഞ്ഞു. അത് അയാൾ പറഞ്ഞ് ഞങ്ങൾ കേട്ടില്ലേ? ഞാൻ അസ്വസ്ഥനാണെന്നും അയാൾ പറഞ്ഞില്ല. അങ്ങനെ അയാൾ പറഞ്ഞില്ല. ഞാൻ അസ്വസ്ഥനാണെന്ന വാക്ക് അയാൾ പറഞ്ഞിട്ടില്ല. അത് ഭേദഗതി ചെയ്ത് പറയുക. അതിന് ഞാനെന്ത് വേണമെന്ന്? നിങ്ങൾ അസംതൃപ്തരെ പോയി കാണുക. എനിക്കെന്തിന്റെ അസംതൃപ്തിയാ? ഞാൻ നിങ്ങളുടെ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരുടെ രീതിയോട് പൂർണ്ണമായി വിയോജിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വസ്തുതകളൊന്നുമല്ല അറിയേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത കൊടുക്കണം. എനിക്ക് അസ്വസ്ഥത ഉണ്ടാവേണ്ട എന്ത് കാര്യമാണ്? പറ, എന്ത് കാര്യത്തിന്? നിങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം. CPM-നകത്ത് അസ്വസ്ഥതയാണ്. അയാൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അസ്വസ്ഥത എന്ന വാക്കല്ല അയാൾ ഉപയോഗിച്ചത്. അയാൾ ഉപയോഗിച്ച വാക്കെന്ന് പറഞ്ഞാൽ എന്റെ സ്ഥിതി കഷ്ടമാണെന്നാണ് പറഞ്ഞത്. അത് അയാൾ പറഞ്ഞല്ലേ, അത് അദ്ദേഹം പറഞ്ഞതല്ലേ. അത് ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടണം? സുരേന്ദ്രൻ ഇപ്പൊ എത്ര പേരെ ഏറ്റുമുട്ടും ഒരു ദിവസം? അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് ഒരു കാര്യം മനസ്സിലായല്ലോ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് എതിരാളികൾ കരുതുന്നു. മനസ്സിലായോ? അതാ രാഷ്ട്രീയം. ഞാൻ പാർട്ടിയിലെ സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനും കൂടി പാർട്ടി സമ്മേളനത്തിൽ അംഗീകരിച്ചതല്ലേ മാനദണ്ഡം? ആണല്ലോ. അതെ. അപ്പോ ഇല്ലെങ്കിലും എന്റെ കഴിഞ്ഞ 62 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആ ഒരു രീതി കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. അതെന്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എന്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അർത്ഥത്തോട്, വേറെ അർത്ഥമൊന്നുമില്ല. ബിബിനെ പോലുള്ള ഈ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരിക്കുന്ന ഒരാളുടെ പോക്ക് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ള അതൊക്കെ ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞു കഴിഞ്ഞു. കൂടുതലൊന്നും പറയാനുള്ളത്. ഒറ്റ ഇടിവെച്ച് അതെ, നിങ്ങള് തെറ്റായ കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും കൊടുക്കാതിരുന്നാൽ മതി. അതങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടാവുന്നത് ശരിയല്ല. ഞാനിവിടെ ജീവിച്ചു പോകുന്നത് നിങ്ങൾക്ക് വല്ല വിരോധമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ജീവിക്കുന്നതല്ലേ നല്ലത്, അല്ലേ?
അപ്പോൾ അതുപോലെ ആയിരിക്കണം എല്ലാ കാര്യം.